ഹലോ ഗൈസ്, നമുക്കിന്നൊരു കല്യാണത്തിന് അത് ഞാൻ ഈ ക്രോപ്സാണ് ഇട്ടത്. പിന്നെ ക്രോപ്സ് മാറ്റി ഇട്ട് നോക്കിയപ്പം കൊള്ളില്ല. പിന്നെ ഞാൻ ഈ ഒരു ചെരുപ്പ് ഇട്ട്, കെട്ടിച്ചെരുപ്പ്. ആരെയാണ് കല്യാണമെന്നൊന്നും ചോദിക്കല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചുമ്മാ പോകണമെന്നേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം ഗൈസ്. പിന്നെ ഞാൻ റോസയിൽ ഇതാളുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെൻ്റെ അച്ചാമ്മയുടെ വീടാണ്. പിന്നെ ഒരു പഴയ വീടാണേ. പിന്നെ കുറേ നേച്ചർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങും മലയും കാടും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. പിന്നെ താഴെ 2-3 പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ചെമ്പരത്തി കണ്ടു. ചെമ്പരത്തി ഒട്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നു, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. 20 ഫോട്ടോയും 2 വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെമ്പരത്തി ഉണ്ട്. അച്ഛൻ പറഞ്ഞു, പോലെ മോളെ അവിടെ ഭയങ്കര കാടും ഇതൊക്കെയാണ്. ഞാൻ എവിടെ കേൾക്കാം, ഞാൻ പറഞ്ഞ് കേൾക്കുന്ന ആളാണോ? അല്ല, അവിടെ ഒരു സ്പൈഡർ ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ട് പേടിച്ചുപോയി. പിന്നെ അമ്മ വന്നു. പിന്നെ നമ്മൾ നേരെ സ്കൂട്ടറിൽ കയറി ഇരുന്നു. പിന്നെ അമ്മയും കയറിയിരുന്നു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല, 100 മീറ്റർ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഇതാണ് ഞാൻ നനഞ്ഞ കോഴിയായിട്ടിരിക്കുന്ന രൂപം. എന്ത് വിചാരിച്ചു, ചൂവിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല, മഴയായാലും വെയിലായാലും നമ്മൾ അങ്ങ് പോകാനുള്ള കല്യാണത്തിൽ പോയാലല്ലേ പറ്റുള്ളൂ. പിന്നെ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ച് കല്യാണത്തിന് എങ്ങനെയൊക്കെയോ എത്തി മഴയത്തുകൂടെ. പിന്നെ നമ്മൾ നടന്നു. പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. അങ്ങനെ എല്ലാം എൻ്റെ ബന്ധുക്കളാണ്. എന്നിട്ട് നമ്മൾ കല്യാണത്തിന് കയറി. ഇവിടെ ഫെയറി ലൈറ്റൊക്കെ നല്ല രസമുണ്ടെന്ന് കാണാൻ. പിന്നെ നമ്മൾ അത് ആ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ച് നടക്കുകയാണ്. അവിടെ കുറച്ച് ആൻറ്റിമാരെ കണ്ടപ്പോൾ എൻ്റെ അമ്മ സംസാരം തുടങ്ങി. പിന്നെ നമ്മൾ അകത്ത് കയറി കേട്ടോ. ഇവളാണ് അഭിരാമി രതീഷ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഇവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളവിടെ ഒരു ടേബിളിൽ കയറിയിരുന്നു, ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചിക്കനും റൈസും പൊറോട്ടയും അപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും